ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻഷോട്ട് ഉപയോഗിക്കാൻ പഠിക്കുന്നത് ബിഗിനേഴ്സിനാട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. So let's go. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫ്രെയിം ആയിരിക്കും വരുന്നത്. അതിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് ന്യൂലി ഞെക്കണം, പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ. അതിൽ ഇഷ്ടമുള്ള ഒരു വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു വീഡിയോ എടുത്തു. ഇനി നമ്മൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ക്യാൻവ എന്ന ഓപ്ഷനിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൻ്റെ ചിഹ്നത്തിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇടാൻ പറ്റുന്ന സൈസിലായി വരും. അങ്ങനെ ഇഷ്ടമുള്ള സൈസാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറേ മ്യൂസിക് കാണാൻ പറ്റും. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ എടുത്തിടാൻ പറ്റും. പിന്നെ ഇവിടെ എഫക്ട്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആംബിയൻസ് കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടെ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇത് വീഡിയോയിലുള്ള സൗണ്ട് ഓഫാക്കി വെച്ചിട്ട് ഇത് ഓണാക്കി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി പറയാൻ പറ്റും. പിന്നെ അവിടെയുള്ള AI സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഏതാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് നമുക്ക് ഓക്കെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളിങ്ങനെ പറയുന്നത് പോലെ ജനറേറ്റ് ആയി വരും. അടുത്ത സ്റ്റിക്കേഴ്സ്. അതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റ്, ക്യാപ്ഷൻ, AI സ്പീച്ച്, ഡീറ്റെയിൽ, ഡൂഡിൽ എന്ന് പറഞ്ഞ് വരും. സ്റ്റിക്കേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ടെക്സ്റ്റ് അതിൽ നമുക്ക് എന്തെങ്കിലും എഴുതി ചേർക്കണമെങ്കിൽ എഴുതി അതുപോലെ ചേർക്കാം. ഇവിടെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരും. ഇതുപോലെ നമുക്ക് മുകളിലും താഴത്തോട്ടും ഇങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഇവിടെ ടെക്സ്റ്റ്, ബോർഡർ, ഷാഡോ, ഗ്ലോ, ലേബൽ, ഒപ്പാസിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതിൽ നമുക്ക് ടെക്സ്റ്റിൽ അതിൻ്റെ കളേഴ്സ് മാറ്റാം. പിന്നെ അടിയിൽ അതിൻ്റെ ഡിസൈൻസൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. ഇതിലടുത്ത് ബോർഡർ എത്ര വലുതും ചെറുതും ആക്കണമെന്ന്. പിന്നെ ഷാഡോ കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ എഴുതുന്ന ആ ഹാൻഡ് റൈറ്റിങ് മാറ്റാൻ പറ്റും. ഇതുപോലെ ടെക്സ്റ്റ് എന്തോരം വലുതാക്കണം. ഓരോ ലെറ്റേഴ്സിൻ്റെ അകലം കൂട്ടുന്നു. ചെരിച്ചും നേരെയൊക്കെ എഴുതുന്ന കേട്ടോ ഇത്. ടെക്സ്റ്റ് ബെൻഡ് ചെയ്യാം. ഇത് ആനിമേഷൻ. നമ്മുടെ ടെക്സ്റ്റ് എങ്ങനെ വരണം എന്നുള്ളത്. ഇപ്പോൾ കാണുന്ന പോലെ ഓരോ ആനിമേഷൻസ് മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വരും. ഇതാണ് ഈ എഫക്റ്റ്. അടുത്ത് എഫക്റ്റ്.
ഇതിൽ നോക്കി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ കുറേ എഫക്ട്സ് ഉണ്ട്. അതിൻ്റെ വാല്യൂ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതുപോലെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റും. അടുത്തത് ഫിൽറ്റർ. തുറന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോരം ലൈറ്റും അതൊക്കെ വേണമെന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ലൈറ്റൊക്കെ കൂട്ടുകയും കുറയ്ക്കാനും അഡ്ജസ്റ്റ് ഉപയോഗിക്കും. അടുത്തതാണ് പിപ്പ്. ഇതിലിഷ്ടമുള്ള വീഡിയോയോ ഫോട്ടോയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് വേണമെങ്കിൽ കട്ടൗട്ട് ചെയ്യണമെങ്കിൽ കട്ടൗട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അത് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുവന്നാക്കിയിട്ട് കട്ടൗട്ട് ചെയ്യണമെങ്കിൽ കട്ടൗട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടൗട്ട് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല.